ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ പറ്റിയുള്ള കാര്യമാണ്. റിഡംഷനിൽ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജേണൽ എൻട്രീസ് അത് ഏതൊക്കെയാണ്, എങ്ങനെ അത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിബഞ്ചറിന്റെ റിഡംഷനെ പറ്റി പഠിച്ചു. ഡിബഞ്ചറിന്റെ റിഡംഷനെ പറ്റി നമ്മൾ വിശദമായി പഠിച്ചതാണ്. അതുമായിട്ട് ഒരുപാട് സാമ്യതയുണ്ട് നമ്മുടെ പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷന്. നമ്മൾ ആദ്യം തന്നെ റിഡംഷനുമായി ബന്ധപ്പെട്ട ചില ക്ലോസുകൾ, അതായത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 55 പറഞ്ഞിട്ടുള്ള ചില നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഈ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമുക്ക് ഈ റിഡംഷൻ ചെയ്യാനായിട്ട്. അതാദ്യം നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഡംഷൻ നടത്താം. അതായത് റിഡംഷൻ നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് കണ്ടെത്താം. ഒന്ന്, ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് റിഡംഷൻ നടത്താം. രണ്ട്, പ്രോഫിറ്റിൽ നിന്ന് കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഡംഷൻ നടത്താം. മൂന്ന്, കുറച്ച് ഫ്രഷ് ഇഷ്യൂസും പിന്നെ കുറച്ച് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് പകുതി ആയിട്ടോ ഭാഗികമായിട്ടോ എല്ലാം രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഡംഷൻ നടത്താം. അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, റിഡംഷൻ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഡിബഞ്ചേഴ്സിന്റെ കാര്യത്തിൽ പഠിച്ചാണ്. നമ്മുടെ ഡിബഞ്ചറിന്റെ കാര്യത്തിലാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കലാണ് റിഡംഷൻ. ഇവിടെ പ്രിഫറൻസ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കലാണ് ഇവിടെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അവിടെ അത്തരം പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ പറയും റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ആ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവിടെ റിഡീം ചെയ്യപ്പെടുന്നത്. നോക്കാം ഏതൊക്കെയാണ് ജേണൽ എൻട്രീസ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഗവൺമെന്റ് കമ്പനീസ് ആക്ടിലെ നിയമം പഠിച്ചപ്പോൾ പറഞ്ഞു ദ ഷെയർസ് ടു ബി റിഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റിഡീം ചെയ്യും? അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് റിഡീം ചെയ്യാനായിട്ട്. അപ്പോൾ ആ കേസുകളിൽ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ജേണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് എത്ര പൈസയാണോ ബാക്കി ഇനി ആ ഷെയറിൽ അടയ്ക്കാനുള്ളത് അതാണ് ഫൈനൽ കോളിൽ വരിക. ഡെറ്റർ ടു അതേ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതും. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത അക്കൗണ്ടാണ്. അത് ബാങ്കിലേക്ക് വരുമ്പോൾ വരുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ മേക്കും. ഓക്കെ, അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയി കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? മേക്ക് ജേണൽ എൻട്രീസ് ഫോർ ഫ്രഷ് ഇഷ്യൂസ് ഓഫ് ഷെയർസ് വെൻ കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർസ്. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ നമുക്കിനി റിഡീം ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ കേസിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് റിഡംഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റിഡംഷൻ നടത്തുന്നതിന് മുന്നേ റിഡംഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നത് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം റിഡംഷന് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആവണം. അതിനുവേണ്ടിയാണ് നമ്മൾ 2 ജേണൽ എൻട്രീസ് പാസ്സാക്കിയത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മേക്ക് ജേണൽ എൻട്രീസ് ഫോർ ഫ്രഷ് ഇഷ്യൂ. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രീസ് പാസ്സാക്കണം. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ പാറിലാണെങ്കിൽ ഓക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഇനി പ്രീമിയത്തിലാണെങ്കിലോ പ്രീമിയത്തിലും വേണമെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. വളരെ സിമ്പിൾ എൻട്രീസ് ആണ്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി. പ്രീമിയത്തിലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യില്ല, പ്രീമിയത്തിലും പാറിൽ മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ നിലവിലുള്ള ഷെയർസ് റിഡീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇഷ്യൂ ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് അല്ലാത്ത എക്സിസ്റ്റ് ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് 2 ജേണൽ എൻട്രീസ് പഠിച്ചു. അങ്ങനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആയപ്പോൾ പിന്നെ റിഡംഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ ആവശ്യം വന്നു. ആ പൈസ കിട്ടാനായിട്ട് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ പഠിച്ചു. 3 മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു. ആ മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡായിട്ടുള്ള ഫ്രഷ് ഇഷ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു? ഫ്രഷ് ഇഷ്യൂ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ വിചാരിച്ചു. അതിനുവേണ്ടി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് 2 ജേണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി അഥവാ ആ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഏതൊക്കെ എമൗണ്ടാണ് വരാമെന്ന് നമുക്കറിയാം. നമ്മൾ ഡിബഞ്ചർ പഠിച്ചാലും നമുക്കറിയാം. അപ്പോൾ നമ്മൾ
റിഡംഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള എമൗണ്ടും കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് റിഡംഷന്റെ എൻട്രി പഠിക്കുക എന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് സെക്ഷൻ 53 ഡിസ്കൗണ്ടിൽ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ന്യൂ ഇഷ്യൂസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇനി റിഡംഷൻ നടത്തുമ്പോൾ എന്ത് എൻട്രി പാസ്സാക്കണം നോക്കാം. റിഡംഷൻ നടത്താൻ നേരത്തെ പറഞ്ഞ പോലെ പാറിൽ റിഡംഷൻ നടത്താം, അതുപോലെ തന്നെ പ്രീമിയത്തിലും റിഡംഷൻ നടത്താം. പാറിൽ റിഡംഷൻ നടത്തുമ്പോൾ നമ്മൾ പാസ്സാക്കേണ്ട എൻട്രിയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതായത് ഇപ്പൊ നിലവിലുള്ള റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ എമൗണ്ട്, അതാണ് ഡെറ്റർ വരിക ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പഠിച്ചില്ലേ, സെയിം തന്നെയാണ്. ഇവിടെ ഡിബഞ്ചറിന് പകരം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന എൻട്രിയാണ്. ഇനി അത് പേ ചെയ്യുമ്പോൾ വരുന്ന എൻട്രി, റിഡംഷന്റെ എമൗണ്ട് പേ ചെയ്യുമ്പോൾ വരുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമുക്കറിയാം ഡിബഞ്ചറിന്റെ പോലെ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് എൻട്രീസ്, അപ്പൊ ആദ്യം ഫുള്ളി പെയ്ഡപ്പിനുള്ള എൻട്രി, പിന്നെ ഫ്രഷ് ഇഷ്യൂവിനുള്ള എൻട്രി, പിന്നീട് റിഡംഷന്റെ എൻട്രി. ഇനി റിഡംഷൻ ചെയ്യുന്ന പാറിലാണെങ്കിലാണ് ഈ എൻട്രി വരുന്നത്. പ്രീമിയത്തിൽ നമ്മൾ റെഡീം ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രീമിയം അടക്കം വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഈ പ്രീമിയം എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഈ പ്രീമിയം എടുത്തു കൊടുക്കാനായിട്ട് രണ്ട് സോഴ്സസ് ആണ് നമുക്കുള്ളത്. ഒന്നാണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രീമിയം നമ്മൾ മാറ്റുന്നത് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്കാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഈ റിഡംഷൻ നടക്കുന്ന സമയത്ത് കൊടുക്കുന്ന പ്രീമിയത്തിന് പൈസ കണ്ടെത്താം. ഈ രണ്ട് സോഴ്സിൽ നിന്ന് കണ്ടെത്താം. ഒന്നില്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്ട്രാ എമൗണ്ട്, അത് സെക്യൂരിറ്റി പ്രീമിയത്തിൽ റിസർവിലാണ് വരിക, അതിൽ നിന്ന് എടുത്തു കൊടുക്കാം. അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ ഏതിൽ നിന്ന് ആദ്യത്തെ ചാൻസ് സെക്യൂരിറ്റി പ്രീമിയം റിസർവിനാണ്. റിസർവ് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീമിയത്തിലാണ് ഫ്രഷ് ഇഷ്യൂ നടത്തിയത്, പിന്നെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള രണ്ട് ക്ലോസ് കണ്ടാലും നമ്മൾ എടുക്കേണ്ട പൈസ എവിടെ നിന്നാണ്? ഈ പ്രീമിയത്തിൽ നിന്നാണ്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ റിഡംഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന റിസർവിന് പ്രീമിയത്തിന് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതില്ലെങ്കിൽ മാത്രം നമ്മൾ പ്രോഫിറ്റിലേക്ക് പോവാം. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രീമിയം ആണ്. കൊടുത്തു. എന്നിട്ട് ഇതാണ് നമ്മുടെ റിഡംഷൻ നടക്കുമ്പോഴുള്ള എൻട്രി. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ വരിക യഥാർത്ഥ ഷെയറിന്റെ വാല്യൂ, ഇവിടെ എത്ര പ്രീമിയം ആണ് എക്സ്ട്രാ കൊടുക്കുന്നത് അതിന്റെ വാല്യൂ, ഇവിടെ ഇതിന്റെ ടോട്ടൽ യഥാർത്ഥ വാല്യൂവും പ്രീമിയവും കൂട്ടിയിട്ടുള്ള എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ വരും. എന്നിട്ട് അത് പേ ചെയ്യുമ്പോഴുള്ള എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതോടുകൂടി നമ്മുടെ ആ ജേണൽ എൻട്രീസ് കഴിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് അതാണ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് രണ്ട് സോഴ്സിൽ നിന്ന് നമുക്ക് പ്രീമിയം പേ ചെയ്യാം. സച്ച് പ്രീമിയം ഓൺ റിഡംഷൻ ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞാണ്, റിഡംഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ കൊടുക്കുന്ന പൈസ നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാം. എപ്പോൾ മാത്രം? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഇല്ലെങ്കിൽ മാത്രം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന പൈസ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്കാണ് മാറ്റുക. ആ റിസർവിൽ നിന്നാണ് റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയത്തിലേക്ക് പൈസ കൊടുക്കേണ്ടത്. ഇനി ഇതില്ലെങ്കിൽ മാത്രം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ജനറൽ റിസർവിലേക്കോ പോകാവൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഓർ റിസർവ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ പ്രീമിയം ഇഫ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഇല്ലെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് ഉള്ള സന്ദർഭത്തിൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റിൽ നിന്നോ റിസർവിൽ നിന്നോ പൈസ എടുത്തിട്ട് നമ്മുടെ റിഡംഷന്റെ പ്രീമിയത്തിന് ആവശ്യമായിട്ട് പൈസ കൊടുക്കാവൂ.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസ്. 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ ഘട്ടം ഫുള്ളി പെയ്ഡപ്പ് ആക്കാനുള്ള എൻട്രി, രണ്ടാമത്തെ ഘട്ടം പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രീസ്, മൂന്നാമത്തെ ഘട്ടം റിഡംഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രി. ഓക്കെ, നമുക്ക് ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കണക്ക് ചെയ്യാം എന്ന് നോക്കാം. ഇതിലെല്ലാം വരുന്നൊരു കണക്കാണ്, അതുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. ഡി ലിമിറ്റഡ് ഹാസ് 2007% redeemable preference shares of ₹50 each fully paid up. ഫുള്ളി പെയ്ഡപ്പ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞുള്ള ആദ്യത്തെ സെക്ഷനിലെ ജേണൽ എൻട്രീസ് ഇതിൽ ആവശ്യമില്ല, കാരണം ഇത് ഫുള്ളി പെയ്ഡപ്പ് ആണ്. ഫുള്ളി പെയ്ഡപ്പ് 50 രൂപയുടെ 2000 ഷെയർസ് ആണ്. അപ്പൊ എത്രയാണ് ക്യാപിറ്റൽ വരിക? 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ വരിക. ദ കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദീസ് ഷെയർസ് അറ്റ് 5% പ്രീമിയം ബൈ ദ ഇഷ്യൂ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ 5% പ്രീമിയത്തിലാണ് കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നത്? റിഡീം ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് 2000 പ്രിഫറൻസ് ഷെയർസ് എത്ര രൂപ വിലയുള്ളതാണ്? 50 രൂപ വിലയുള്ളത്. അതിനർത്ഥം 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട്. അതിന് 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യാൻ പോകുന്നത്. റിഡീം ചെയ്യുമ്പോൾ ഓക്കെ, അതായത് ഇതിന്റെ 5% എന്ന് പറഞ്ഞാൽ 5000 വരും. അപ്പൊ അതിനർത്ഥം റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന തുക 1,05,000 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ബൈ ഇഷ്യൂയിങ്, ഇതെങ്ങനെയാണ് റിഡീം ചെയ്യാനുള്ള പൈസ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ബൈ ഇഷ്യൂയിങ് ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ് അറ്റ് 10% പ്രീമിയം. അപ്പോൾ 10 രൂപ വിലയുള്ള ഷെയർസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പുതിയ ഷെയർസ് 10 രൂപ വിലയുള്ള പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റിഡംഷൻ ആവശ്യമുള്ള എമൗണ്ട് മീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ റിസർവിന്റെ കാര്യം പറഞ്ഞു, പ്രീമിയത്തിന്റെ കാര്യം പറഞ്ഞു. ഈ പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല, കാരണം നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് പോകുന്ന എമൗണ്ട് ആണ്. ഈ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും? 1 ലക്ഷത്തിന്റെ ഡിവൈഡ് 10 രൂപയുടെ ഷെയർ 10 എത്രയായി? 10,000 ഷെയർസ്. ഓക്കെ, അപ്പൊ 10 രൂപ വിലയുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്താൽ മാത്രമാണ് നമുക്ക് 1 ലക്ഷം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 ലക്ഷം എന്നുള്ള ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ റിസർവിനുള്ള ക്യാപിറ്റൽ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കണ്ട. നമ്മൾ ന്യൂ ഇഷ്യൂല് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതിലേക്ക് എടുത്തു കൊടുക്കണ്ടൂ. അപ്പോൾ 1 ലക്ഷം 10,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അതിന്റെ ടോട്ടൽ ക്യാപിറ്റൽ 1 ലക്ഷമായി. അതെങ്ങനെയാണ്? 10% പ്രീമിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അതിനർത്ഥം ഒരു 10,000 കൂടിയായി. അതായത് 1,10,000 രൂപയാണ് മൊത്തം ന്യൂ ഇഷ്യൂയിലൂടെ കമ്പനി സമാഹരിക്കുന്നത്. 1,10,000. റിഡംഷൻ നടത്തുമ്പോൾ ഇതിൽ ഈ 10,000 എവിടേക്കാണ് പോകുന്നത്? സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്കാണ് പോകുന്നത്. കാരണം ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസർവാണ്. ഓക്കെ, ഇനി നോക്കാം. ഇത് നമ്മൾ കാൽക്കുലേഷൻസ് കഴിഞ്ഞു. ഇനി കണക്കിലേക്ക് എങ്ങനെ വരുന്നു നോക്കാം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10% പ്രീമിയം. ദ കമ്പനി ഹാഡ് 75,000 undistributed profit in profit and loss statement on the date of redemption. Right, journal entries in the books of the company. അപ്പോൾ 75,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം ഫുള്ളി പെയ്ഡപ്പ് ആണോ നോക്കി. ഫുള്ളി പെയ്ഡപ്പ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫുള്ളി പെയ്ഡപ്പ് ആണ്. അതുകൊണ്ട് ആ 2 ജേണൽ എൻട്രീസ് നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ ഘട്ടത്തേക്ക് വന്നു. ന്യൂ ഇഷ്യൂവിന്റെ ഘട്ടം വന്നു. ന്യൂ ഇഷ്യൂയിൽ നമ്മൾ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കണ്ടുപിടിച്ചത്? 10,000 ഷെയർസ് 10 രൂപയുടെ ഇഷ്യൂ ചെയ്യണമെന്നാണ്. അങ്ങനെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാം. നമ്മൾ പഠിച്ചു ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി പാർലാണെങ്കിൽ ഇതാണ്. ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് നമുക്കറിയാം. അപ്പോൾ ബാങ്കിൽ എത്രയാണ് വരിക? നമ്മൾ കണ്ടുപിടിച്ച ഈ 1 ലക്ഷം പ്ലസ് പ്രീമിയം അടക്കമുള്ള എമൗണ്ട് ആണ് വരിക. 1,10,000 വരും. സെക്യൂരിറ്റി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷമാണ് വരിക. 10 രൂപയുടെ 10,000 ഷെയർസ് 1 ലക്ഷം രൂപ.
ഇനി സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രീമിയം എത്രയാണ്? 10%. അതിനർത്ഥം ഒരു രൂപ പ്രീമിയത്തിലാണ് വിൽക്കുന്നത്, അതായത് 11 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 1 × 10,000 രൂപ ടോട്ടൽ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അപ്പോൾ നമ്മൾ നേരെ ചെയ്ത ഇഷ്യൂ ഓഫ് 10,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് 10% പ്രീമിയം ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. റിഡംഷന് വേണ്ടി 10,000 10 രൂപയിലുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു, 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്നുള്ള ജേണൽ എൻട്രി നമ്മൾ പാസ്സാക്കി. അപ്പൊ നമുക്ക് നമ്മുടെ റിഡംഷൻ ആവശ്യമുള്ള എമൗണ്ട് അവിടെ വന്നു. ഇനി എന്ത് വേണം? നമ്മളെ ഈ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് നമ്മൾ റിഡംഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എത്ര ശതമാനം റിഡംഷൻ പ്രീമിയം കൊടുക്കാന്നാണ് പറഞ്ഞത്? റിഡംഷൻ നടത്തുമ്പോൾ 5% പ്രീമിയം കൊടുക്കാന്നാണ് കമ്പനി പറഞ്ഞത്. നമ്മൾ പ്രീമിയം കൊടുക്കുമ്പോൾ, പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ ആദ്യം എഴുതേണ്ട എൻട്രി പ്രീമിയം എവിടെ നിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നോ പ്രോഫിറ്റിൽ നിന്നോ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 75,000 രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ പ്രോഫിറ്റിൽ നിന്ന് എപ്പോൾ മാത്രമാണ് നമ്മൾ എടുത്തു കൊടുക്കുക? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാവൂ. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ടോ ഇല്ലയോ നോക്കുക. ഇവിടെ ന്യൂ ഇഷ്യൂ നടത്തിയപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞ് 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് 10,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 10,000 രൂപയിൽ നിന്ന് വേണം നമ്മൾ എന്തെടുത്തു കൊടുക്കാനായിട്ട്? റിഡംഷൻ ആവശ്യമായിട്ടുള്ള പ്രീമിയം എടുത്തു കൊടുക്കാനായിട്ട്. ഇതില്ലെങ്കിൽ മാത്രമേ, ഈ പ്രീമിയം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റിനെ തൊടാൻ പാടുള്ളൂ. അത് വളരെ ഓർക്കേണ്ട കാര്യമാണ്, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഇല്ലെങ്കിൽ മാത്രം പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പൈസ എടുത്തു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ 5% റിഡംഷൻ സമയത്ത് പ്രീമിയം കൊടുക്കുന്നത്. 5% എന്ന് പറഞ്ഞാൽ 5,000 രൂപയാണ്. 1,00,000ന്റെ 5% 5,000 രൂപ. അപ്പോൾ അത് ആദ്യം നമ്മൾ പ്രീമിയം റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 5,000 രൂപ ടു പ്രീമിയം റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി 5,000 രൂപ. പ്രൊവൈഡഡ് റിഡീം പ്രീമിയം ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള നരേഷൻ എഴുതി. എന്നിട്ട് റിഡംഷൻ നടക്കുന്ന സമയത്തുള്ള എൻട്രി എഴുതാണ് 7% redeemable preference share capital account debtor. റിഡംഷൻ നടക്കുമ്പോഴുള്ള എൻട്രി ഇതാ എന്താണ്? redeemable preference shares account debtor. പ്രീമിയത്തിലാണെങ്കിൽ റിഡംഷൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, 7% redeemable preference shares account debtor 1 lakh എഴുതി. പ്രീമിയം നമുക്കറിയാം 5% 5,000 എഴുതി. നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞു, അത് 5,000 എഴുതി. ടു സെക്യൂരിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1,50,000 അതിന്റെ ടോട്ടൽ എഴുതി. എന്നിട്ട് അത് പേയ്മെന്റ് അടക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ പേ ചെയ്തു. അതോടുകൂടി നമ്മുടെ ആ കണക്ക് തീരാണ്. ഇതിൽ നമ്മൾ പറയാത്ത ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ, അത് ഫുള്ളി പെയ്ഡപ്പ് അല്ലെങ്കിലുള്ള കാര്യമാണ്. ഫുള്ളി പെയ്ഡപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫുള്ളി പെയ്ഡപ്പ് അല്ലെങ്കിൽ ഇതേ എൻട്രീസ് തന്നെയാണ് വരുന്നത്, 2 എൻട്രീസ് ആയിട്ട് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അത് ഫൈനൽ കോൾ എത്രയാണോ അടയ്ക്കാൻ ബാക്കിയുള്ളത്. നോക്കൂ, ഇവിടെ 25 രൂപയാണ് ഷെയറിന്റെ വില, അവിടെ 20 രൂപ വരെ അടച്ചു, 5 രൂപ അടയ്ക്കാണ്ട് 8,000 ഷെയർസിന്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ബാക്കി എമൗണ്ട്, ബാക്കി 5 രൂപ 8,000 ഷെയർസിന് പേ ചെയ്തതായിട്ട് കാണിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം ഇവിടെ പഠിച്ചത്. എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. അത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് 40,000 എങ്ങനെ കിട്ടി ചോദിച്ചാൽ 8,000 ഇൻറ്റു 5 രൂപയാണ് ബാക്കി അടയ്ക്കാനുള്ളത്. 25 രൂപയിലുള്ളതിന് 20 രൂപ അടച്ചുള്ളൂ, 5 അങ്ങനെ നമുക്ക് 40,000 കിട്ടി. അത് ടു 8% redeemable preference shares account എന്ന് പറഞ്ഞിട്ട് 40,000 എഴുതി. ബാങ്ക് അത് ബാങ്കിൽ പേ ചെയ്തു എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 40,000 എഴുതി. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച പോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ കണക്ക് ചെയ്ത് കണ്ടുപഠിച്ചിട്ട് നിങ്ങൾ രണ്ടാമത്തെ കണക്ക് ചെയ്യുക. രണ്ടാമത്തെ കണക്ക് ഈ ആൻസർ നോക്കാതെ തന്നെ ചെയ്യുക, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിടാം. അതൊന്ന് ചെയ്തു നോക്കുക, അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ റിഡംഷൻ ഓഫ് പ്രിഫറൻസേഴ്സ്. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്തുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കേസുകൾ. അടുത്ത കേസുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.